പലർക്കുമുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ദൈവം നേരിട്ടിറങ്ങി വന്ന് ഈ ഭൂമിയിൽ സത്യത്തിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയില്ല, അല്ലെങ്കിൽ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചില്ല? ദൈവം നേരിട്ട് എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല? എല്ലായ്പ്പോഴും പ്രവാചകന്മാരെ അയച്ചതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അതിനെക്കുറിച്ചാണ് നമുക്കൊന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം. സത്യത്തിൽ ഇത് വളരെ ആഴമുള്ള, എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവം നേരിട്ട് വരാതെ എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചു എന്നതാണ് ചോദ്യം. ഇതിന് ഇസ്ലാമിക ദർശനത്തിൽ വളരെ മനോഹരമായ മറുപടികൾ തീർച്ചയായിട്ടും ഉണ്ട്. ദൈവം നേരിട്ട് വരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ആണ് പ്രധാനമായിട്ടുള്ളത്. ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് കാര്യങ്ങൾ നല്ലത് തെറ്റ് എന്നുള്ളതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും വിവേകവും ബുദ്ധിയും ഒക്കെയുണ്ട്. ദൈവം നേരിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ പരീക്ഷ എന്നത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമായി മാറും. ഭയം കൊണ്ടോ അല്ലെങ്കിൽ അത്ഭുതം കൊണ്ടോ എല്ലാവരും അത് വിശ്വസിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. സ്വതന്ത്രമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഇവിടെ ഇല്ലാതാകും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഒരു പരീക്ഷയായിരിക്കത്തില്ല, ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ജീവിതമായി മാറും. ആകയാൽ മനുഷ്യനെ യാതൊന്നിലേക്കും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വസ്തുത. നമുക്ക് ഖുർആനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. മോസസ് അല്ലെങ്കിൽ മൂസ നബിയുടെ കഥ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ മൂസ നബി പ്രവാചകൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ദൈവത്തെ കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ ദൈവം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിനക്കെന്നെ കാണാൻ സാധ്യമല്ല, നിൻ്റെ പരിമിതിക്കുള്ളിൽ, ഒരു മനുഷ്യൻ്റെ പരിമിതിക്കുള്ളിലാണ് മൂസ നബി ഉള്ളത്. അത് കാരണമായിട്ട് മൂസ നബിക്ക് ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ കാണാൻ സാധ്യമാവുകയില്ല എന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും മനുഷ്യ ശരീരത്തിന് സഹിക്കാൻ കഴിയാത്തതാണ് എന്നതാണ്. അതായത് ദൈവം അനന്തമാണ്, മനുഷ്യനാണെങ്കിൽ പരിമിതനുമാണ്. ഓരോ കാലത്തിൻ്റെയും മനുഷ്യരുടെ ഭാഷയിൽ സംസ്കാരത്തിൻ്റെ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കാനാണ് പ്രവാചകർ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ദൈവം തൻ്റെ വചനം ഒരു മനുഷ്യൻ മുഖാന്തരം അറിയിച്ചത് എന്തിനാണെന്ന് നോക്കുകയാണെങ്കിൽ, അവൻ നമ്മളെപ്പോലെ ജീവിക്കുകയും നമ്മളുടെ ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നേരിടുകയും അതിലൂടെ മാതൃകയായ ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരണമെന്നതാണ് ദൈവത്തിൻ്റെ ഒരു തീരുമാനം. ദൈവം നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യർക്കിത് നമുക്ക് ചെയ്യാനാകില്ല എന്ന് തോന്നിയേനെ. എന്നാൽ പ്രവാചകർ മുഖാന്തരം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ അതൊക്കെ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മാതൃകയാക്കി തരികയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാവും. ദൈവം വന്നിട്ട് 5 നേരത്തെ നിസ്കാരം, ദൈവം വന്നാണ് ഒരു 5 നേരത്തെ നിസ്കാരം കൊണ്ടുവന്ന് ദൈവം തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ എല്ലാവരും പറയാം ദൈവത്തിനെ കൊണ്ടൊക്കെ പറ്റും, സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യരെ കൊണ്ടത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ തന്നെ തന്നിട്ട്, സാധാരണ മജ്ജയും മാംസമുള്ള ഒരു സാധാരണ മനുഷ്യനെ തന്നെ തന്നിട്ട് അദ്ദേഹം അത് ചെയ്ത് കാണിക്കുകയാണ്, നിങ്ങൾ പറയും അത് മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമാണ്, ഞങ്ങളെ കൊണ്ട് സാധ്യമാകും എന്നതും ഇവിടെ ഒരു കാരണം തന്നെയാണ്. മറ്റൊന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവം ഒരു ദിവസം മാത്രമല്ല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. എണ്ണമറ്റ പ്രവാചകന്മാരെ ഓരോ ജനതയ്ക്കും, ഓരോ കാലഘട്ടത്തിലും, ഓരോ ഭാഷയിലേക്കും, ഓരോ സംസ്കാരത്തിലേക്കും ഒക്കെ അയച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആവശ്യത്തിന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിയും വഴികാട്ടിയും ക്ഷമയും ദയയൊക്കെ കാണിച്ചുകൊണ്ടും ഒക്കെയാണ് ഓരോ സമൂഹങ്ങളിലേക്കും ഓരോ സമുദായങ്ങളിലേക്കും ഒക്കെ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ഇസ്ലാം മതം ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലൊക്കെ ധാരാളം പ്രവാചകന്മാർ ഇന്ത്യ രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതിൽ കുറച്ച് പേരെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. 1,25,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സംസ്കാരങ്ങളിലേക്കാണ് വന്നിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മറ്റ് വിശ്വാസങ്ങളിലെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളിലെ ആചാരങ്ങളെയോ ഒന്നും നിങ്ങൾ ആക്ഷേപിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം അതാണ്. കാരണം നമുക്കറിയില്ല എവിടെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ അവസാനമായിട്ട് പ്രവാചകന്മാർ മനുഷ്യരെ പോലെ ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നമുക്ക് നേരിട്ട് പഠിക്കാൻ സാധിക്കും, അവരുടെ മാതൃക നമുക്ക് പിന്തുടരാൻ സാധിക്കും, അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും സൗമ്യമായ ഒരു വഴിയാണ് പ്രവാചകനെ നിയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവം നേരിട്ട് വരാതിരിക്കുന്നത് മനുഷ്യരുടെ പരീക്ഷ സ്വാഭാവികമായും നീതിപൂർണ്ണവും ആക്കാനായിട്ടാണ് ദൈവം നേരിട്ട് വരാത്തത്. പ്രവാചകർ മനുഷ്യർക്കുള്ള വഴികാട്ടികളാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും മനോഹരമായ രൂപമാണ് നമ്മിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരാളെ നമ്മിലേക്ക് നിയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ എല്ലായ്പ്പോഴും നല്ലത് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. ഇപ്പോൾ നമ്മളാണ് നമ്മളെ ഭരിക്കാൻ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സംബന്ധമായിട്ട് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാൻ. എന്നാൽ ഇത്തവണ നിങ്ങൾ രാഷ്ട്രീയമൊന്നും നോക്കാതെ നല്ല വ്യക്തികളെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ ചെറിയ കാലങ്ങൾ തൊട്ടേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമുക്കറിയാം ആ സ്കൂളിലെ ഏറ്റവും വലിയ ഫ്രോഡായിട്ടുള്ള ഒരുത്തനായിരിക്കും അവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവൻ ഏറ്റവും വലിയൊരു ഫ്രോഡായിട്ടുള്ളവനായിരിക്കും കയറി വരികയൊക്കെ ചെയ്ത് പിൽക്കാലത്ത് അവൻ രാഷ്ട്രീയത്തിൽ നല്ല ഭാവി ഉണ്ടാക്കി കയറി പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഈ നാടിൻ്റെ ഭരണം അധർമ്മികളായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് എത്താൻ നമ്മൾ കാരണമാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ കാരണമായാൽ അധർമ്മികളായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് ഈ നാടിൻ്റെ ഭരണം എത്തിയാൽ അവർ ഈ നാടിന് വേണ്ടി ഗുണങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നമുക്കറിയാം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരും ഫ്രോഡുകളാണ്. അതുകൊണ്ട് ഇത്തവണയെങ്കിലും നല്ല വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട്, നിങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നല്ല വ്യക്തികളെ നോക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് നല്ലതായിരിക്കും. ആ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് കാരണമായി തന്നെ അത് നമ്മുടെ നാടിനും നിങ്ങൾക്കും നന്മയുണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് നമ്മേക്കാൾ കഴിവുള്ള ഒരാളാണ്. എന്നാൽ നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ പലവട്ടവും തിരഞ്ഞെടുത്തതിൻ്റെ ഫലമൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ച സാധാരണ ജനങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അധർമ്മികളായിട്ടുള്ള ഈ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുകയും ഈ അധർമ്മികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ തഴയുകയും ചെയ്താൽ അവർ നന്നായി തുടങ്ങും. ഞാൻ ജനങ്ങളോട് പറയാം, നമ്മൾ ഈ മോശപ്പെട്ട ആൾക്കാരെ തഴഞ്ഞു തുടങ്ങിയാൽ അവർ നന്നായി തുടങ്ങും. നല്ല ആൾക്കാർ, അർഹതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഈ ഏറ്റവും ഫ്രോഡായിട്ടുള്ള ആൾക്കാർ ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ കയറി അവിടെ എവിടെയും കയറാൻ നോക്കും. അപ്പോൾ എന്താണ്, ഇവന്മാർ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരാണ്, പക്ഷേ പാർട്ടിയുടെ പിൻബലത്തിൽ ഇവന്മാർ ജയിച്ചു പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അവൻ മോശമാണോ, അവനെ ഏത് പാർട്ടിയിൽ നിർത്തിയാലും അവൻ തോൽക്കേണ്ടവനാണ്, അവൻ തോൽപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും പാർട്ടി നോക്കി വോട്ട് കൊടുക്കാതെ നിങ്ങളെല്ലായ്പ്പോഴും ഒരു വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അവൻ ഏത് പാർട്ടിയിൽ അവനെ പിടിച്ച് നിർത്തിക്കോട്ടെ, അവൻ നല്ലവനാണെങ്കിൽ അവൻ ജയിക്കും. അവൻ നല്ലവനല്ലെങ്കിൽ, അവൻ അർഹതയില്ലാത്തവനാണെങ്കിൽ അവൻ ഒരിക്കലും ഈ ഭരണത്തിൽ അവൻ എത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത വെറും ഫ്രോഡുകളായിട്ടുള്ള പല കേസുകളിലകത്തായിട്ടുള്ള ഇത്രത്തോളം ഫ്രോഡുകളായിട്ടുള്ള ആളുകളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. കാരണം അങ്ങനെയുള്ള അധർമ്മികളുടെ കയ്യിൽ ഈ നാടിൻ്റെ ഭരണം എത്തുകയാണെങ്കിൽ ഈ നാടിന് നാശം സംഭവിക്കും. അങ്ങനെ നാശം സംഭവിക്കാൻ നിങ്ങളുടെ ഒരു വോട്ട് കൂടെ കാരണമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളും അതിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറും. അതുകൊണ്ട് ഇത്തവണത്തെ നിങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നോക്കി തന്നെ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള ചർച്ചകൾ അവിടെ ആരംഭിക്കാവുന്നതാണ്. അത് കാരണമായി തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. നന്ദി.